ഹലോ, നമസ്കാരം ഓൾ. ജഡ്ജ് ഈസ് ബാക്ക് വിത്ത് ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ഒരു മാൾ സന്ദർശിക്കാനാണ് പോകുന്നത്. മാൾ വിസിറ്റ് സൈറ്റ്സിനെ കുറിച്ച് കണ്ടൻറ്റ് കിട്ടുമോ നോക്കാൻ വേണ്ടി മാളിലേക്കാണ്. മാള് നക്കീൽ മാളാണ് മാളിൻ്റെ പേര്. ഇത് പാം ജുമേറ, ഫസ്റ്റ് പാം ജുമേറയിൽ കയറുമ്പോൾ ഉള്ളൊരു മാളാണിത്, നക്കീൽ മാൾ. ഈ വീഡിയോയുടെ 1 മിനിറ്റ് 15 സെക്കൻഡ്സിലും പിന്നെ 4 മിനിറ്റ് 40 സെക്കൻഡ്സിലും രണ്ട് രസമുള്ള കാര്യമുണ്ട്. 1 മിനിറ്റ് 50 സെക്കൻഡ്സിൽ ബൈക്കേഴ്സിന് ഇഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണ്. ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയൊരു കാര്യമാണ്. ഇത് ഞാൻ ഡയറക്ടറിൻ്റെ കൈ കൊണ്ടെടുത്തിട്ടുള്ള നോ ഓൾട്ടറേഷൻ. അതായത് ഇതിപ്പോൾ മാളിൻ്റെ പാർക്കിങ്ങിലൂടെ ഇറങ്ങി, തിരക്കൊന്നുമില്ല, വലിയ മാളാണ്. അപ്പം എനിക്ക് പൊതുവെ മുകളിൽ പാർക്ക് ഇഷ്ടമില്ല. ഞാൻ നേരെ ഡീലിലോട്ട് പോവാം. ബേസ്മെൻറ്റ് 1ലേക്ക് ഇതല്ല, ബേസ്മെൻറ്റ് 2 ആണെന്നുണ്ട്. ഇത് ബേസ്മെൻറ്റ് 2 ബേസ്മെൻറ്റ് 1 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യണം. മാളിൽ പാർക്ക് ചെയ്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പാർക്കിങ്ങിനുള്ളിലൂടെ ഇങ്ങനെ എടുത്ത് പോയി മാളിൻ്റെ എൻട്രി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. അവിടെ കൊണ്ടുവന്ന് ബൈക്ക് കൊണ്ടുവന്ന് വയ്ക്കും. ഏറ്റവും സിമ്പിളായിട്ട് ആക്സസ് ആയിട്ട് നടക്കുന്നു വേണ്ടല്ലോ, കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. എന്നിട്ട് പിന്നെ മെയിൻ കാര്യം നോക്കേണ്ടത് അവിടെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ B2 C7 അങ്ങനെയൊക്കെ G എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. എനിക്ക് 2 പ്രാവശ്യം പ്രശ്നം പറ്റിയിട്ടുള്ള. അങ്ങനെ നമ്മൾ നോക്കാണ്ട് പോകും. പിന്നെ സ്ഥലം എവിടെയൊന്നും കണ്ടുപിടിക്കില്ല, സെക്യൂരിറ്റീനെ വിളിക്കേണ്ടി വരും. കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വലുതാണ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല നീളമുള്ള സംഭവം. കുറേ തൂണും ഒരു മെയ്സിൻ്റെ ഉള്ളിൽ പോയ പോലെ. ഞാൻ പൊതുവെ ഇതിപ്പോൾ പാർക്ക് ഇത് എൻട്രി നോക്കിക്കൊണ്ട് പോയിട്ടിരിക്കാം. നക്കീൽ മാളിൽ ഇപ്പം ഇതിൻ്റെ മാളിൽ വന്നിട്ടൊരു വിസിറ്റ്. എല്ലാവരും ദുബായ് മാള് ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. പിന്നെ എല്ലാ മാളും ഞാൻ അത്യാവശ്യം പോയിട്ടുണ്ട്. നക്കീൽ മാളും പോയിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ റോഡ് വീഡിയോസ്, ബൈക്ക് വീഡിയോസ് ഒക്കെ എടുക്കുന്നതിൽ മെയിൻ ഒരു കാര്യം എന്നല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ദുബായ് എങ്ങനെയാണ് റിയലായിട്ട് ഞാൻ കാട്ടിത്തരും. ഇത് മാളുടെ ഫ്രണ്ട് സൈഡാണ്. ഞാൻ ഉള്ളിൽ അടിയോടെ വന്നിട്ട് മുകളിൽ കയറി. ഇത് മാളുടെ ഒരു ഫ്രണ്ട് സൈഡ് വ്യൂ ആണത്. നമ്മൾ ഇറങ്ങി പോകുന്ന ഒരു കുറേ എക്സിറ്റുകൾ ഉണ്ടാവുമല്ലോ. മുകളിൽ ട്രാം പോണ ആളാണ്, മോണോ റെയിൽ ട്രാം ലൈക്ക് അതുകൊണ്ട് എന്തൊരു പേരുണ്ടായി കണ്ടോ, വിഷൻ ഉള്ളതല്ലേ. ഇതിപ്പോൾ മാളുടെ ഉള്ളിലോട്ട് പോയിട്ട് മാള് ഭയങ്കര ഹൈറ്റ്. നമ്മൾ ഒരു 3 നില 4-5 നില എന്തൊക്കെയോ നിലയുണ്ട്, നല്ല വലുതും. ഞാൻ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വന്നപ്പോൾ എല്ലാം കണ്ടു ഞാൻ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ പോകുന്നത് പാം ജുമേറ വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ പോവാം. ഇപ്പോൾ കുറേ സ്റ്റെപ്പായി കയറുന്നു ഇപ്പോൾ മുകളിലോട്ട്. ഞാനിപ്പോൾ കാട്ടുതരാം അതിലൂടെ അടിയിലോട്ട് കാണിച്ചിട്ട് എത്ര വലിപ്പമുണ്ടെന്ന്. ഞാൻ നാട്ടിൽ സോഫ സിറ്റി വന്ന് കണ്ടതാണോ, സോഫ സിറ്റി 3 നില വലുത്. ഇത് ഭയങ്കര വലുത്. വൈമാളിനെ കുറിച്ച് പിന്നെ ഒന്നും പറയുന്നില്ല. ഇത് ഏരിയ ഇത്രയും നൈസ് ഏരിയ ആണ്. കണ്ടോ, എല്ലാവരും വലിപ്പം കണ്ടോ, അടിയിലോട്ട് കുറേയുണ്ട്. ഒരുമാതിരി വലിപ്പം, വലിയ തിരക്കില്ല. പിന്നെ ഇവിടെ ഇതിൽ അത്യാവശ്യം കാണാനുള്ള രസമുള്ള കാര്യങ്ങളുണ്ട്. പിക്ചർ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഫോട്ടോസ്, ഹൈ ലെവൽ ഫോട്ടോസ് എടുക്കാം, ഹൈ സ്റ്റാൻഡേർഡ്. ഇതൊക്കെ ഒരു വേറൊരു സ്ഥലത്തുള്ള പോലെയാണ്. ഇവിടെ സംതിങ് എന്തോ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കാണാം, വീഡിയോസിൽ കാണാം. കുറേ ടൂറിസ്റ്റ് ഉണ്ട് അവിടെ, കുറച്ച് പേരുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡ്, ഇതിപ്പോൾ മുകളിലൊരു ഔട്ട് സൈഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ചെറിയ പാർക്ക് പോലെ. ദുബായ് മാളിൽ അറിയാം. ദുബായ് മാളിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളച്ചാട്ടം നോക്കിയില്ല, അങ്ങനത്തെ ഒരു ഏരിയ പോലെ ഇവിടെ ഉള്ളൊരു ഏരിയ. നല്ല രസമുണ്ട്, നല്ല കാണാനായിട്ട് നല്ലൊരു. ഈ സാധനത്തിന് മുകളിൽ കയറി നിന്നിട്ടാണ് പാം ജുമേറ കാണാൻ എനിക്ക് തോന്നുന്നത്. ടിക്കറ്റ് ഉണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ പിന്നെ ആ വഴിക്ക് പോയില്ല. ഇതെല്ലാം നല്ല പെർഫെക്റ്റ്ലി മെയിൻറ്റൈൻഡ് ആണ്. ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ദാറ്റ്സ് ദുബായ് ഗിവിങ്. ഞാൻ നാട്ടിലുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇത് ദുബായിലെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. നല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം ദുബായ് എന്താണെന്നുള്ള കാര്യം. എന്നെ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിലും ജസ്റ്റ് വിഷ്വൽസ് ഇങ്ങനെ കാണാം. ഇറ്റ് വിൽ ബി ബെറ്റർ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ദുബായ്, പറയാനോ. ഇതുണ്ട് ഇനിയിപ്പോൾ അടിപൊളി സ്ഥലം ഈ പരിപാടി ഉണ്ട്. ഞാനെന്നുള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്താണ് ട്രാം എടുത്ത് വെച്ച് എടുക്കുക എന്നുള്ള ഇതിലാണ് അങ്ങനെ കണ്ടുപിടിച്ചാണ് കണ്ടുപിടിച്ചത്. എൻ്റെ തൊട്ടടുത്തൂടെ ട്രാം പോകണം. കണ്ടോ ആ ഒരു വിഷ്വല്, നല്ലൊരു വിഷ്വലാണ്. ഇതിൻ്റെ ട്രാം എഴുതിയിട്ടുണ്ട് ഇത് അക്വഞ്ചർ അങ്ങനത്തെ ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോകണതാണ്. ലാസ്റ്റ് അത് അവിടെയാണ്, സ്റ്റോപ്പ് അവിടെയാണ്. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ സ്റ്റോപ്പ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കമൻറ്റിന് ഫ്രീ ഡെലിവറി ഇൻ ദുബായ് ഒരു പെർഫ്യൂം കൊടുക്കുന്നു. ഇനി പിന്നെ തിരിച്ച് പോവാം. മാളിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറാം എന്ന് വിചാരിച്ച് ഇപ്പോൾ പോയിട്ടിരിക്കാം. അത്യാവശ്യം നടന്നു, ഞാൻ കുറേ നടന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ട്രാം വരാനായിട്ട്. ഇനി നല്ല അത്യാവശ്യം ഐസ്ക്രീം അങ്ങനെയില്ല, എന്തെങ്കിലും സെറ്റാക്കാം. അപ്പോൾ തിരിച്ച് പോവാം. മാളിൽ എവിടെയെങ്കിലും
സൂപ്പർ മാർക്കറ്റ് ഏതെങ്കിലും കിട്ടാണ്ട് പഠിക്കാൻ ക്യാരി ഫോർ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോകാനുള്ള സ്കീമിലാണ് പോണത്. എന്തായാലും ഞാൻ മുമ്പ് പോയിട്ടുണ്ട് അവിടെ നിന്ന്. ഞാൻ കാണിച്ചു തരാം പോണത്. ഇവിടെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ദുബായ് തരുന്ന ഒരു ഫെസിലിറ്റി ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അത്രയ്ക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ലിഫ്റ്റ് പിടിച്ച് പോവാം. ലിഫ്റ്റ് പിടിച്ചിട്ട് നേരെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡുണ്ട്. കണ്ടു എന്തോരം എസ്കലേറ്റർ ഒരു ലൈനിൽ തന്നെ. ഇതിപ്പോൾ നേരെ ഇവിടെ നല്ല ചോദിച്ചാൽ കണ്ടോ, ഇതിനടുത്തുള്ള ബർഗേഴ്സിൻ്റെ ഒക്കെ റേറ്റ് 10 ദിർഹമൊക്കെ ഉള്ളൂ. ഇവിടെയെല്ലാം ഈ ചിക്കൻ ഈ റൈസെല്ലാം 100 ഗ്രാംസിന് 3 ദിർഹം 2 ദിർഹം 1 ദിർഹം അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളൂ. പുതിയ ചിക്കൻ കറിയൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഗ്രാം വെയിറ്റ് ചെയ്തിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ, ബ്രോസ്റ്റല്ല സാധാ ചിക്കൻ ഫ്രൈ. ഇതിന് ഫുൾ ചിക്കന് 20.50 ഫിൽസ് ഉള്ളൂ. ഓൾ അബൌട്ട് പാഞ്ചുമേറ എന്ന് പറഞ്ഞൊരു വീഡിയോ വരുന്നുണ്ട്. ഒരു വലിയ വീഡിയോ ആണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.